അയാളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ആ ജീവിതത്തിൽ അയാൾ ഒട്ടും സന്തോഷം സമാധാനവും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ലൈഫിൽ നടന്നിട്ടുള്ളൊരു കാര്യം ഇന്ന് അയാൾക്ക് ഓർമ്മ വരികയാണ്. ഇന്ന് ഓർമ്മ വന്നിട്ട് നാളെ വീണ്ടും അത് സംഭവിക്കുമോ? ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തിച്ച് ഇന്നേ ആ പേടി അയാളുള്ള തുടങ്ങും. ആരും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിൽ അനാവശ്യമായിട്ട് അയാൾക്ക് തോന്നിയ കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ സാങ്കല്പിക ലോകത്താണ് അയാളുടെ മനസ്സ് മുഴുവൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, സന്തോഷം നഷ്ടപ്പെടുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്, ഒന്നിലൊരു കോൺഫിഡൻസ് ഇല്ലാതാവുന്നുണ്ട്. അയാൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പോലും പ്രയാസം വരുന്നു. ശരിക്കും ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ജീവിതത്തിലുള്ള പ്രശ്നമോ സന്തോഷം സമാധാനം ഇല്ലാത്തതുകൊണ്ടല്ല, അയാളുടെ ചിന്തകളാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടുക എന്നുള്ളത്. അതിലുപരി ആയിക്കൊണ്ട് ഒരു ചിന്ത ഉണ്ടായിട്ട് ആ ചിന്ത തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിൽ തന്നെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളാണോ അല്ലെ ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തെറ്റായ ചിന്തകളാണോ? കാരണം ജീവിതം മാറാൻ വേണ്ടി നമ്മുടെ സാഹചര്യം മുഴുവൻ മാറണമെന്നില്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറിയാൽ മാത്രം മതി. ഈ ഒരൊറ്റ ചോദ്യം മതിയാവും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളാണോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്, അതല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണോ ആ പ്രശ്നം എന്നുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം നിങ്ങളെ തളർത്തുകയാണെന്ന്? അങ്ങനെയാണെങ്കിൽ ലക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഡീം ചെയ്യുക.